കോട്ടയം ജില്ലയിൽ നടപ്പ് സാമ്പത്തിക വർഷം ഏറ്റവും കുറവ് പദ്ധതി വിഹിതം ചെലവഴിച്ച തദ്ദേശ സ്ഥാപനമായി കോട്ടയം നഗരസഭ 14.56% മാത്രമാണ് ഇതുവരെ ചെലവഴിച്ചിരിക്കുന്നത്. 2024-25 സാമ്പത്തിക വർഷം അവസാനിക്കാൻ അവശേഷിക്കുന്നത് 2.5 മാസം മാത്രം. കോട്ടയം ജില്ലയിലെ ഭൂരിഭാഗം തദ്ദേശ സ്ഥാപനങ്ങളും 50%-ലധികം പദ്ധതി വിഹിതം ചിലവഴിച്ചപ്പോഴാണ് 14.56% മാത്രം ചിലവഴിച്ച് കോട്ടയം നഗരസഭ ഏറ്റവും പിന്നിൽ നിൽക്കുന്നത്. സർക്കാർ അനുവദിച്ച തുകയിൽ 90 ലക്ഷം രൂപയുടെ പദ്ധതികൾക്ക് DPCയുടെ അംഗീകാരം പോലും നഗരസഭയ്ക്ക് നേടാനായില്ല. പട്ടികജാതിക്കാർക്കുള്ള ഫണ്ടിൽ 20 ലക്ഷം രൂപയും ചെലവഴിക്കാനുണ്ട്. വ്യക്തിഗത ആനുകൂല്യമായി ചെലവഴിക്കേണ്ട 6 കോടിയോളം രൂപയും അതേപടി അവശേഷിക്കുന്നു. ഫണ്ട് ചെലവഴിക്കലിന്റെ സ്ഥിതി ഇങ്ങനെയാണെന്നിരിക്കെ ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി നിർവഹണം സംബന്ധിച്ച അവലോകന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സണോ സെക്രട്ടറിയോ ഹാജരായില്ല. ഇരുവരുടെയും അസാന്നിധ്യം DPCയുടെ വിമർശനത്തിനും കാരണമായി. പദ്ധതി വിഹിതം ചെലവഴിക്കുന്നതിൽ ഏതെങ്കിലും ഒരു തദ്ദേശ സ്ഥാപനം പിന്നാക്കം പോകുമ്പോൾ ജില്ലയുടെ ആകെയുള്ള കണക്കിൽ ഇത് പ്രതിഫലിക്കുമെന്ന് DPC അധ്യക്ഷ കൂടിയായ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ KV ബിന്ദു പറഞ്ഞു. അപ്പോൾ അങ്ങനെ ജില്ല മുന്നോട്ട് വരണമെങ്കിൽ ജില്ലയിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പദ്ധതിയുടെ നിർവഹണം പൂർത്തീകരിച്ചാലേ ഉള്ളൂ നമുക്ക് സംസ്ഥാനത്ത് ജില്ലയ്ക്ക് 1ാം സ്ഥാനമോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം നമുക്ക് 2ാം സ്ഥാനമായിരുന്നു. പക്ഷേ ആ 2ാം സ്ഥാനത്തിലേക്കൊക്കെ നമുക്ക് എത്തണമെങ്കിൽ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കൂടി പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ടാണ് അത് എത്തുന്നത്. പദ്ധതി വിഹിതം ചെലവഴിക്കുന്നതിൽ പിന്നിലാവുകയും ചെയർപേഴ്സണും സെക്രട്ടറിയും DPC യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്തതിൽ കോട്ടയം നഗരസഭയുടെ പദ്ധതി ചെലവുകൾ പ്രത്യേക അവലോകനം ചെയ്യാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നഗരസഭയുടെ ബാങ്ക് അക്കൗണ്ടുകളിലെ കണക്കുകളിൽ 211 കോടി രൂപയുടെ കുറവുണ്ടായെന്ന ആക്ഷേപങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് പദ്ധതി നിർവഹണത്തിലെ വീഴ്ചയുടെ പേരിലും നഗരസഭയ്ക്ക് വിമർശനം ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. അമൃത ന്യൂസ്, കോട്ടയം.